എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് സ്ട്രാറ്റജിയെ പറ്റി തന്നെയാണ്. ഇതൊരു ബസ് വേർഡായിട്ട് മാത്രം കാണേണ്ട ഒരു കാര്യമല്ല. ഒരു സംരംഭം നടത്തുന്ന ആൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ് എംപ്ലോയി എൻഗേജ്മെൻറ്റ്. പ്രത്യേകിച്ച് കമ്പനികളിലൊക്കെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. മറ്റൊന്നുമല്ല, ഇതൊരു ഹൈറാർക്കി ഓഫ് നീഡ്സാണ്. നിങ്ങൾ ഈ കാണുന്ന ഒരു പിരമിഡ് പോലെ ആവശ്യങ്ങളുടെ ആ ഒരു ഹൈറാർക്കി. കാരണം ഏത് ജോലി ചെയ്യുന്ന ആളും ഇന്ന് ആഗ്രഹിക്കുന്നത് ശമ്പളം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം കളക്റ്റീവായിട്ടാണ് നമ്മൾ എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. വന്ന് ജോലി ചെയ്യുന്ന ആൾ എപ്പോഴും എൻഗേജ്ഡായിട്ടും എനർജറ്റിക്കായിട്ടും നിന്നാലേ കമ്പനികളിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആ വ്യക്തിക്കും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, ആ ഓർഗനൈസേഷൻ, ആ വ്യക്തി മൂലം നല്ല ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. അത് ഏതൊക്കെ രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ നടപ്പിലാക്കാൻ പറ്റുക, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യത്തെ കാര്യം, ദ പേ ചെക്ക് ആൻഡ് അതർ കോമ്പൻസേഷൻ. എന്തൊക്കെയാണെങ്കിലും ഏറ്റവും ബേസിക് നീഡ് ഒരാൾ ജോലി ചെയ്യുമ്പോൾ ശമ്പളം ലഭിക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദൂരെയൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഭക്ഷണം, അക്കോമഡേഷൻ, ഇങ്ങനെ ബേസിക് ഫെസിലിറ്റീസൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏറ്റവും ഭംഗിയായി ലഭിക്കുക. ഭംഗിയായിട്ടെന്ന് പറയുമ്പോൾ ശമ്പളം കറക്റ്റ് ദിവസത്തിൽ കിട്ടുക, ഇൻസെൻറ്റീവ്സ് ലഭിക്കുക, വേരിയബിൾ പേകൾ കിട്ടുക. അതായത് നമ്മൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രസ്ഥാനത്തിന് ഗുണമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും തന്നെ. പിന്നെ താമസ സൗകര്യം നല്ലതാവുക, നല്ല ഭക്ഷണം ലഭിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. എന്നാൽ ഇതൊരു എൻഗേജ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യവും തന്നെയാണ്. പ്രത്യേകിച്ച് കോമ്പൻസേഷന് ഉപരിയായിട്ട് ഇന്ന് പല കമ്പനികളും ESI, PF പോലുള്ള കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇനി അത് പറ്റാത്ത ആളുകൾ അറ്റ്ലീസ്റ്റ് ഇൻഷുറൻസ് പോളിസികൾ, പ്രത്യേകിച്ച് സ്ഥാപനത്തിനൊക്കെ വേണ്ടി പല യാത്രകൾ നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക. നല്ല കമ്പനികൾ പലരും ഇന്ന് റിട്ടയർമെൻറ്റ് പ്ലാൻസ് വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംവിധാനങ്ങൾ, ഫാമിലി മെഡിക്ലെയിമുകൾ എടുത്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള ദ പേ ചെക്ക് ആൻഡ് അതർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി എൻഗേജ്മെൻറ്റ് തന്നെയാണ്. 2, അലൈൻമെൻറ്റ് വിത്ത് ബിലീഫ്സ് ആൻഡ് വിഷൻ. അതായത് ശരിക്കും ഒരു കൾച്ചർ ഓഫ് ഓർഗനൈസേഷനെ കണക്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പല ആളുകളും അവരുടെ വ്യക്തിപരമായ വാല്യൂസും സ്ഥാപനത്തിൻ്റെ കൾച്ചറുമായിട്ട് മാച്ച് ആവാത്തതുകൊണ്ടാണ് ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കിക്കൊണ്ട് എംപ്ലോയീസിൻ്റെ വിശ്വാസം കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു കൾച്ചറും സിസ്റ്റവും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അലൈൻമെൻറ്റ് വിത്ത് ബിലീഫ്സ് ആൻഡ് വിഷൻ, ആ വ്യക്തിയുടെ പേഴ്സണൽ ബിലീഫും വിശ്വാസങ്ങളും സ്ഥാപനത്തിൻ്റെ വിഷനും തമ്മിൽ അലൈൻ ചെയ്യുക, തമ്മിൽ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു എംപ്ലോയി എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജി തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, യുണീക്ക്നെസ്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. റെക്കഗ്നൈസിങ് ആൻഡ് യൂട്ടിലൈസിങ് യുണീക്ക് ടാലൻറ്റ് ഓഫ് എംപ്ലോയീസ്. ഓരോ തൊഴിലാളികൾക്കും വ്യത്യസ്തമായ ടാലൻറ്റുകൾ ഉണ്ടാവും. അത് തിരിച്ചറിയുകയും അത് പ്രോപ്പറായി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് യുണീക്ക്നെസ് എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു എംപ്ലോയിയെ സംബന്ധിച്ച് അവർക്കൊരു വാല്യൂ കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ വാല്യൂ ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന, അവരെ എൻഗേജ്ഡ് ആക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 4, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. കരിയർ പാത്ത് ഡിഫൈൻഡ് ആയിരിക്കണം. പല എംപ്ലോയീസും പല സ്ഥാപനങ്ങളും വിട്ടുപോകുന്നതിൻ്റെ കാര്യം അവിടെ ഇനി കരിയർ ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ ആ കരിയർ ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുപോലെ മാനേജ്മെൻറ്റ് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പ്രോമിസസ്, വാക്കുകളൊന്നും പാലിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് പലർക്കും തോന്നുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും അറിയണം, എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ ഇനി നിന്നാലുണ്ടാകുന്ന വളർച്ച എന്താ, ഉയർച്ച എന്താ, അത് ബോധ്യപ്പെടുകയും അത് ഫീൽ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 5-ാമത്തെ കാര്യം ഫുൾഫിൽമെൻ്റ് ആണ്. അതായത് നമ്മൾ ആ പിരമിഡ് കണ്ടപ്പോൾ അതിൽ ടോപ്പ് ഓഫ് പിരമിഡ് ഫുൾഫിൽമെൻ്റ് ആണ്. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആളുകൾ ജോലിയെ സ്നേഹിക്കുന്ന അവസ്ഥ, കൂടെയുള്ള സഹപ്രവർത്തകരെ, ആ കമ്പനിയുടെ ബോസ്, മാനേജ്മെൻറ്റിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ അവിടെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് നിത്യവും അപ്രീസിയേഷൻ കിട്ടുന്നു, അവരുടെ ടാലൻറ്റുകൾ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നു, നല്ല ഒരു ലോയൽ എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നു, അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു. ആ സമയത്തൊക്കെയാണ് ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു മനസ്സ് നിറഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഇതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജീസ്. 1-ാമത്തെ കാര്യം, സാലറിയുടെ ഒക്കെ കാര്യങ്ങളിൽ ഫോർ പേ ചെക്ക് ആൻഡ് കോമ്പൻസേഷൻ, ആ സൈഡിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുകൾ റിസർച്ച് ചെയ്യണം നമ്മൾ. ശരിക്കും ഒന്നിൽ നമ്മൾ റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഏജൻസികളെ ഏൽപ്പിച്ച് ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കിംഗ് ഒക്കെ ചെയ്ത് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പേ ഔട്ട് നമ്മൾ കൊടുക്കുക. നല്ല സാലറി, ബെനിഫിറ്റുകൾ, ഹെൽത്ത് ഇൻഷുറൻസ്, റിട്ടയർമെൻറ്റ് പ്ലാൻ, വെൽനസ് പ്രോഗ്രാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആളുകൾക്ക് വളരെ സന്തോഷകരമായി ജോലി ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാക്കുക. കൾച്ചറൽ അലൈൻമെൻറ്റ്, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ കോർ വാല്യൂസ് എല്ലാ ആളുകളിലേക്കും കറക്റ്റായിട്ട് എത്തിക്കുക. അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള, അതായത് നമ്മുടെ വാല്യൂ സിസ്റ്റം, നമ്മൾ എന്താണ് നമ്മളുമായിട്ട് സഹകരിക്കുന്ന ആളുകൾക്ക് നൽകാൻ കമ്പനി ഉദ്ദേശിക്കുന്ന വാല്യൂ,
അത് കറക്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റ് സൈഡിൽ മുതൽ സംസാരിക്കുക. ഒരാൾ വന്നു കഴിയുമ്പോൾ അവരുടെ ഇൻഡക്ഷൻ ഓറിയൻറ്റേഷൻ പ്രോസസ്സ്, അവരെ വെൽക്കം ചെയ്യുന്ന രീതി, അവർക്കൊരു കംഫർട്ടബിളായി ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥ, ഇതൊക്കെ കണക്ട് ചെയ്യുക. ചില സ്ഥാപനങ്ങളിപ്പോൾ പല ഗെയിംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷനിൽ ടീമിനെ എനർജറ്റിക് ആയിട്ട് നിർത്തുക. അത് അവരൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ ആർട്സിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്താണ് ഈ അലൈൻമെൻറ്റ് നടത്തുന്നത്. ഫോർ യുണീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീമിലുള്ള ഓരോരുത്തരുടെയും ടാലൻ്റ് എന്താ, സ്കിൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ആ ടാലൻറ്റിന് ബേസ് ചെയ്തിട്ടുള്ള വർക്കുകൾ അവരെ അസൈൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാവുകയും നല്ല എൻഗേജ്ഡ് ആവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അതിനാദ്യം എന്ത് വേണം, ഓരോരുത്തരിലുമുള്ള യുണീക്ക്നെസ് എന്താ, ടാലൻ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. നാലാമത്തെ കാര്യം, ഫോർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഗ്രോത്ത് പ്ലാൻ കമ്പനി കൊടുക്കണം. നമ്മുടെ കമ്പനിയിൽ അയാൾ വർക്ക് ചെയ്താൽ അയാൾക്ക് എവിടം വരെ ഉയർന്നു പോകാൻ പറ്റും, അതിനുള്ള കരിയർ പാത്തൊക്കെ ഡിഫൈൻ ചെയ്ത് ഒരു മെൻറ്റർ മെൻറ്റി സിസ്റ്റമൊക്കെ കൊണ്ടുവന്ന് സീനിയർ ലെവലിലുള്ള ആളുകൾ, എക്സ്പീരിയൻസ് ആയ ആളുകളെ മെൻറ്റേഴ്സായിട്ട് വെച്ച് അടുത്ത ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നൊരു സിസ്റ്റം വളരെ നന്നായിരിക്കും. അഞ്ചാമത്തെ കാര്യം, ഫോർ ഫുൾഫിൽമെൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് നിറഞ്ഞ് വർക്ക് ചെയ്യാൻ ഏറ്റവും വലിയ കാര്യം എംപ്ലോയി റെക്കഗ്നീഷൻ റിവാർഡ്സ് ഒക്കെയാണ്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളെ അംഗീകരിക്കുന്ന, പ്രശംസിക്കുന്ന സംസ്കാരം ഉണ്ടാവുക. ചിലപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് ഒരുമിച്ച് ടൂറുകൾ കൊണ്ടുപോവുക, ചിലപ്പോൾ മികച്ച പെർഫോമൻസിന് വലിയ രീതിയിലുള്ള യാത്രകൾ, ചിലപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്ന കാര്യമായിരിക്കും. പിന്നെ അവരുടെ വർക്കും പേഴ്സണൽ ലൈഫും എല്ലാം കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് പലപ്പോഴും പല ഓർഗനൈസേഷനിലും കാണുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു ടൂർ പോകുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചിലർ ഗെയിംസുകൾ നടത്തുന്നു, കോമ്പറ്റീഷൻസ് നടത്തുന്നു, അവരുടെ ടാലൻറ്റുകൾ എക്സിബിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു, ചില ഏരിയകളിൽ ട്രെയിനിങ്ങുകൾ കിട്ടുന്നു, പിന്നെ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സെലിബ്രേഷൻസ് നടക്കുന്നു, സ്ഥാപനം ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ചിലപ്പോൾ ഒരു ദിവസം ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയി എൻഗേജ്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഓരോ എംപ്ലോയിക്കും അവരുടെ ഫീഡ്ബാക്കുകളും അവരുടെ അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഒരു എംപ്ലോയി റിലേഷൻഷിപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായി ഇന്ന് ഈ എംപ്ലോയി എൻഗേജ്മെൻറ്റ് വരികയാണ്. കാലഘട്ടം മാറി, സ്ട്രാറ്റജികൾ മാറേണ്ടതുണ്ട്. HR എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഈ രീതിയിൽ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. താങ്ക് യു.